സൂചിപ്പറ വെള്ളച്ചാട്ടത്തിന് താഴെ നിന്ന് ഒരു മൃതദേഹം കൂടി മറ്റൊരു മൃതദേഹത്തിന്റെ ഭാഗവും കണ്ടെത്തിയിരിക്കുകയാണ്. വനപാലകരും KCB ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുറത്തെത്തിക്കുക ദുഷ്കരം. കമൽ വിവരങ്ങൾ നൽകും. കമൽ, ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. എങ്ങനെ പുറത്തെത്തിക്കാനുള്ള, ഇവിടെ നിന്ന് പുറത്തെത്തിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്? ഒപ്പം ഈ ദിവസത്തെ തെരച്ചിലിനെ പറ്റിയുള്ള വിവരങ്ങൾ. അക്ഷയ, ഞാനിപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ എയർ ലിഫ്റ്റിങ്ങിനുള്ള തീരുമാനം ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. KSEB ജീവനക്കാരും അതുപോലെ വനംവകുപ്പ് ജീവനക്കാരുമുണ്ട്, അവിടുത്തെ നാട്ടുകാരുമുണ്ട്. ഇത് ഇന്നലെ ആളുകൾ കുടുങ്ങിയ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗമാണ്. നേരത്തെ ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഒരു കോളനി ഉണ്ട്. വയനാട് ജില്ലയിൽ ഉൾപ്പെട്ട സ്ഥലത്ത് തന്നെ അവിടെ പരപ്പൻപാറ എന്നൊരു പ്രാർത്ഥന ഗോത്ര വിഭാഗത്തിന്റെ കോളനി ഉണ്ട് പുഴയുടെ കരയിൽ. ആ കോളനിയിലേക്ക് പോകുന്ന വഴിയുണ്ട്. വയനാട്ടിലെ വടുവഞ്ചാൽ ഭാഗത്ത് നിന്ന് കാടാശ്ശേരി വഴി ഇറങ്ങി ഈ കോളനിയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഒരു മൃതദേഹവും മറ്റൊരു മൃതദേഹത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയത്. പക്ഷെ അവിടെ നിന്ന് ഈ മൃതദേഹവുമായി തിരിച്ച് വരിക എന്നത് എളുപ്പമല്ല. ഈ പോയ ആളുകൾക്ക് ചുമന്ന് കയറാൻ പറ്റില്ല. പലയിടത്തും കുത്തനെ ഉള്ള കയറ്റം, ചെങ്കുത്തായ മലകളൊക്കെയാണ്. അതുകൊണ്ട് ചുമന്ന് എത്തിക്കുക എന്നത് പ്രായോഗികമല്ല. ഇവിടെ നിന്ന് മറ്റൊരു സംഘം അങ്ങോട്ട് പോയി സഹായിക്കാനുള്ള സമയവുമില്ല. അത്രയും ദൂരം നടന്നു വേണം അവിടെ എത്താൻ. ഉച്ചയായതുകൊണ്ട് തന്നെ അതിനും സാധ്യതയില്ല. അങ്ങനെയാണ് എയർലിഫ്റ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടത്. അങ്ങനെ ഒടുവിൽ ഇപ്പോൾ അതിന് തീരുമാനമായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്ററിൽ ഈ മൃതദേഹം അവിടെ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അക്ഷയ, കമലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഹെലികോപ്റ്റർ മാർഗം അത് മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുമെന്നുള്ള വിവരമാണ് കമൽ നൽകുന്നത്. സൂചിപ്പാറയ്ക്ക് സമീപത്ത് നിന്നായിട്ടാണ് മൃതദേഹവും ഒരു മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ, അവശിഷ്ടങ്ങളും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.